മഹാരാഷ്ട്രയിലെ പൂനെ നഗരം എപ്പോഴും തിരക്കുകളുടെ ലോകമാണ്. സന്ധ്യാനേരമാകുമ്പോൾ നഗരത്തിലെ തെരുവുകൾ വാഹനങ്ങളുടെ ബഹളങ്ങളിലും മനുഷ്യരുടെ തിരക്കിലും മുങ്ങും. ഈ തിരക്കുകൾക്കിടയിലൂടെ കറുത്ത നിറത്തിലുള്ള ഒരാഡംബര സെഡാൻ കാർ സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. ആ കാറിന്റെ പിൻസീറ്റിൽ ജനാലിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കി ഒരാൾ ഇരിപ്പുണ്ട്. രാജീവ് മൽഹോത്ര. 52 വയസ്സുകാരനായ രാജീവ് പൂനെയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്കിനായി കാത്തുനിൽക്കുന്ന ആയിരക്കണക്കിന് ജീവനക്കാരുണ്ട്. നഗരത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നിന്റെ ഉടമയായ അദ്ദേഹത്തിന് പണത്തിനോ പദവിക്കോ ഒരു കുറവുമില്ല. അല്പം മുമ്പ് കഴിഞ്ഞ ഒരു വലിയ ബോർഡ് മീറ്റിംഗിൽ കോടികളുടെ ലാഭം കൊയ്യുന്ന ഒരു കരാറിൽ അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞതേയുള്ളൂ. ബിസിനസ് ലോകത്ത് അദ്ദേഹം ഒരു സിംഹത്തെ പോലെയാണ്. കണിശമായ തീരുമാനങ്ങൾ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ. എന്നാൽ ആ കാറിനുള്ളിലെ നിശബ്ദതയിൽ അദ്ദേഹം തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. കാറിന് പുറത്ത് കാണുന്ന ആ തിളക്കമാർന്ന ലോകം അദ്ദേഹത്തിന് ഇപ്പോൾ അന്യമായി തോന്നുന്നു. കയ്യിൽ വേണ്ടുവോളം സമ്പത്തുണ്ട്, ആഡംബരങ്ങളുണ്ട്, എന്തിനും ഏതിനും ഓടിവരാൻ ജോലിക്കാരുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു കോണിൽ എവിടെയോ ഒരു വലിയ ശൂന്യത പടർന്നു കിടക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ആ ശൂന്യത കൂടിക്കൂടി വരികയാണ്. തന്റെ ജീവിതത്തിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ കടം വീട്ടാൻ ബാക്കിയുള്ളതുപോലെ ഒരു തോന്നൽ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വിജയത്തിന്റെ തിളക്കമുണ്ടെങ്കിലും കണ്ണുകളിൽ വല്ലാത്തൊരു തളർച്ചയുണ്ടായിരുന്നു. അത് വെറും ജോലിഭാരം കൊണ്ടുണ്ടായ തളർച്ചയല്ല, മറിച്ച് മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ കൂടിയിരിക്കുന്ന കുറ്റബോധത്തിന്റെയോ സങ്കടത്തിന്റെയോ ഭാരമായിരുന്നു. നഗരത്തിലെ പഴയൊരു ഭാഗത്തേക്ക് കാർ പ്രവേശിച്ചപ്പോൾ രാജീവ് ജനാലിലൂടെ പുറത്തെ തെരുവുകളെ സൂക്ഷിച്ചു നോക്കി. അവിടെ ആധുനികതയുടെ തിളക്കമില്ല, പകരം സാധാരണക്കാരുടെ ജീവിതത്തിന്റെ ബഹളങ്ങളാണ്. പച്ചക്കറി വിൽക്കുന്നവർ, ഓടി നടക്കുന്ന കുട്ടികൾ, ചെറിയ ചായക്കടകൾ. ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് തന്റെ പഴയ കാലം ഓർമ്മ വന്നു. പെട്ടെന്ന് വഴിയരികിൽ ഒരു ചെറിയ ക്ഷേത്രം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ ലളിതമായ ഒരു ക്ഷേത്രം. അവിടുത്തെ അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടുന്നതായി അദ്ദേഹത്തിന് തോന്നി. ചുറ്റുമുള്ള ബഹളങ്ങൾക്കിടയിലും ആ ക്ഷേത്രം മാത്രം ഒരു പ്രത്യേക ലോകത്താണെന്ന് തോന്നിപ്പിക്കും. രാജീവ് പെട്ടെന്ന് ഡ്രൈവറോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. വലിയ സുരക്ഷാ സന്നാഹങ്ങളോ അകമ്പടിയോ ഇല്ലാതെ അദ്ദേഹം കാറിൽ നിന്നിറങ്ങി ക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിനടുത്തേക്ക് ചെല്ലുന്തോറും അന്തരീക്ഷത്തിൽ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും ഗന്ധം പടർന്നു. ചെരുപ്പുകൾ പുറത്തഴിച്ച് അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിച്ചു. അകത്തു മുഴങ്ങുന്ന മണിനാദം അദ്ദേഹത്തിന്റെ കാതുകളിൽ ഒരു സംഗീതം പോലെ പതിച്ചു. വിഗ്രഹത്തിനു മുന്നിൽ അദ്ദേഹം കൈകൂപ്പി നിന്നു. പക്ഷേ ദൈവത്തോട് ചോദിക്കാൻ അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല. തന്റെ സങ്കടങ്ങൾ പറയാനോ പുതിയ ആഗ്രഹങ്ങൾ സമർപ്പിക്കാനോ അദ്ദേഹം തുനിഞ്ഞില്ല. പകരം ആ നിശബ്ദതയിൽ കുറച്ചുനേരം കണ്ണടച്ചു നിന്നു. തന്റെ ഉള്ളിലെ അശാന്തിക്ക് ഒരു മരുന്ന് അവിടെ ലഭിക്കുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ക്ഷേത്രത്തിലെ പൂജാരി നൽകിയ പ്രസാദം നെറ്റിയിൽ തൊട്ട് അദ്ദേഹം പുറത്തിറങ്ങി. അല്പം ആശ്വാസം ലഭിച്ചെങ്കിലും ആ ഭാരമേറിയ ശൂന്യത അദ്ദേഹത്തെ വിട്ടുപോയിരുന്നില്ല. എന്നാൽ ആ ക്ഷേത്രത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല, തന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ സംഭവം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്നുവെന്ന്. വിധി അദ്ദേഹത്തിനായി മറ്റൊരു വഴി കരുതി വെച്ചിരുന്നു. ആ വഴിയിലേക്ക് രാജീവ് മൽഹോത്ര തന്റെ ആദ്യത്തെ ചുവട് വെക്കുകയായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലെ ശാന്തതയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ രാജീവ് മൽഹോത്രയുടെ മനസ്സ് അല്പമൊന്ന് തണുത്തിരുന്നു. എന്നാൽ ആ പടികൾ ഇറങ്ങി റോഡിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഉടക്കിയത് അങ്ങേയറ്റം അസ്വസ്ഥമാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ക്ഷേത്രത്തിന്റെ മതിലിനോട് ചേർന്ന് കുറച്ചു മാറി ഒരു കൂട്ടം യുവാക്കൾ ഒത്തുകൂടി നിൽക്കുന്നു. അവരുടെ ഇടയിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ പേര് കാജൽ എന്നായിരുന്നു. കാജലിന് ഏകദേശം 20 വയസ്സ് കാണും. അവളുടെ വസ്ത്രങ്ങൾ പഴകിയതും പലയിടത്തും തുന്നിച്ചേർത്തതുമായിരുന്നു. മുടി അലക്ഷ്യമായി കെട്ടിവെച്ചിരിക്കുന്നു. അവളുടെ മുഖത്ത് വിശപ്പിന്റെയും ഉറക്കമില്ലായ്മയുടെയും അടയാളങ്ങൾ വ്യക്തമായിരുന്നു. ആ യുവാക്കൾ അവളെ വളഞ്ഞുനിന്ന് പരിഹസിക്കുന്നു. അവരുടെ ഉറക്കെയുള്ള ചിരിയിൽ ക്രൂരതയും അശ്ലീലവും കലർന്നിരുന്നു. ഒരാൾ അവളുടെ കൈവശമിരുന്ന ചെറിയൊരു പൊതി തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരുവൻ അവളുടെ അവസ്ഥയെ നോക്കി പരിഹാസത്തോടെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. കാജൽ നിശബ്ദയായിരുന്നു. അവൾ പ്രതികരിക്കാൻ ഭയപ്പെട്ടു. അവളുടെ തല താഴ്ന്നിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇത് അവളുടെ ജീവിതത്തിലെ പുതിയൊരു സംഭവമായിരുന്നില്ല. ആ തെരുവിൽ, ആ ക്ഷേത്ര പരിസരത്ത് അനാഥയായി കഴിയുന്ന അവൾക്ക് ഇത്തരം അപമാനങ്ങൾ നിത്യസംഭവമായിരുന്നു. ലോകം അവളെ എപ്പോഴും ഒരു പാഴ്വസ്തുവിനെ പോലെയാണ് കണ്ടിരുന്നത്. അവളുടെ വേദന ആർക്കും പ്രശ്നമായിരുന്നില്ല. ഓരോ പരിഹാസവും ഓരോ ആയുധമായി അവളുടെ ഹൃദയത്തിൽ തറച്ചുകൊണ്ടിരുന്നു. ഇതുകണ്ട രാജീവ് മൽഹോത്രയുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പി. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നില്ല, നീതിബോധമുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. തന്റെ ആഡംബര ലോകത്തിനു പുറത്ത് ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം നേരിട്ട് കണ്ടത് ഇപ്പോഴാണ്. അദ്ദേഹം ഒട്ടും മടിച്ചില്ല.
തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും കാത്തു നിൽക്കാതെ അദ്ദേഹം ആ യുവാക്കളുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. എന്താണിവിടെ നടക്കുന്നത്? രാജീവിന്റെ ശബ്ദം ആ തെരുവിൽ മുഴങ്ങി. അത് വെറും ഒരു ചോദ്യമായിരുന്നില്ല, മറിച്ച് ഒരു ആജ്ഞയായിരുന്നു. ആ യുവാക്കൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച ഗാംഭീര്യമുള്ള ഒരു മനുഷ്യൻ തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ട് അവർ അല്പമൊന്ന് പതറി. രാജീവിന്റെ കണ്ണുകളിലെ തീക്ഷ്ണത അവരെ ഭയപ്പെടുത്തി. അധികാരവും ആത്മവിശ്വാസവുമുള്ള ആ വ്യക്തിത്വം കണ്ടപ്പോൾ തങ്ങളുടെ കളി അവസാനിച്ചുവെന്ന് അവർക്ക് മനസ്സിലായി. ഒന്നുമില്ല സർ, ഞങ്ങൾ വെറുതെ, അവരിൽ ഒരാൾ പരിങ്ങലോടെ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം. മേലിൽ ഈ പെൺകുട്ടിയുടെ അടുത്തോ ഈ പരിസരത്തോ നിങ്ങളെ കണ്ടുപോകരുത്, രാജീവ് കർക്കശമായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കിന്റെ ശക്തിയിൽ ആ യുവാക്കൾ വിരണ്ടു. അവർ പതുക്കെ അവിടുന്ന് പിൻവാങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ആ തെരുവിൽ നിന്ന് അപ്രതീക്ഷരായി. ഇപ്പോൾ അവിടെ രാജീവും കാജലും മാത്രം ബാക്കിയായി. ചുറ്റുമുള്ള ലോകം അതിന്റെ തിരക്കുകളിൽ മുഴുങ്ങിയിരിക്കുമ്പോഴും ആ നിമിഷം അവർക്കിടയിൽ ഒരു നിശബ്ദത തങ്ങി നിന്നു. രാജീവ് സാവധാനം കാജലിന്റെ അടുത്തേക്ക് ചെന്നു. അവൾ അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. തന്നെ രക്ഷിച്ച ഈ മനുഷ്യൻ ആരാണെന്നോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നോ അവൾക്കറിയില്ലായിരുന്നു. ലോകം അവളെ പലപ്പോഴും ചതിച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്നൊരാളെ വിശ്വസിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. മോളെ, പേടിക്കേണ്ട, അവർ പോയി, രാജീവ് വളരെ മൃദുവായി പറഞ്ഞു. കാജൽ പതുക്കെ തല ഉയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ കണ്ടത് വെറും സങ്കടമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ആശ്വാസമായിരുന്നു. ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായാണ് ഒരാൾ തനിക്ക് വേണ്ടി സംസാരിക്കുന്നത്, തനിക്ക് ഒരു സംരക്ഷകനായി നിൽക്കുന്നത്. രാജീവിന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് പരിഹാസമല്ല, മറിച്ച് അച്ഛന്റെ സ്നേഹം പോലെ തോന്നിപ്പിക്കുന്ന ഒരു വാത്സല്യമാണ്. അവൾക്കാരുമില്ലെന്നും അച്ഛനെ നഷ്ടപ്പെട്ട ശേഷം ആ തെരുവോരമാണ് അവളുടെ ഏക അഭയമെന്നും രാജീവ് ചോദിച്ചറിഞ്ഞു. വിശപ്പും തണുപ്പും നേരിട്ട് ദുഷ്ടരായ മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ന് ഒളിച്ചുമാറി അവൾ എങ്ങനെയൊക്കെയോ ജീവൻ നിലനിർത്തുകയായിരുന്നു. ഇത് കേട്ട രാജീവിന്റെ മനസ്സ് നൊന്തു. തന്റെ മകൻ വീട്ടിൽ സകല സൗകര്യങ്ങൾക്കും നടുവിൽ കഴിയുമ്പോൾ ഇത്രയും നിസ്സഹായായ ഒരു പെൺകുട്ടി ഇവിടെ നരകിക്കുകയാണല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. വിധി അവരെ അവിടെ കൂട്ടിമുട്ടിച്ചത് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ആ രാത്രിയിൽ ആ ക്ഷേത്രത്തിന്റെ നിഴലിൽ വെച്ച് രാജീവ് മൽഹോത്ര ഒരു തീരുമാനമെടുത്തു. ഈ പെൺകുട്ടിയെ ഈ നഗരത്തിൽ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അവളുടെ ജീവിതം മാറ്റാൻ ദൈവം തനിക്ക് നൽകിയ ഒരു അവസരമായി അദ്ദേഹം അതിനെ കണ്ടു. തെരുവിലെ ആ യുവാക്കൾ പോയതിനു ശേഷം കാജൽ അപ്പോഴും വിറച്ചുകൊണ്ടാണ് നിന്നിരുന്നത്. അവളുടെ കണ്ണുകളിൽ ഭയവും അതിലേറെ അത്ഭുതവും ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു മനുഷ്യൻ, ആഡംബര കാറിൽ വന്ന ഒരാൾ തനിക്ക് വേണ്ടി എന്തിനാണ് സംസാരിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. രാജീവ് മൽഹോത്ര അവളുടെ അരികിലേക്ക് അല്പം കൂടി ചേർന്നു നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്തിപ്പോൾ ഗൗരവമല്ല, മറിച്ച് ഒരച്ഛന്റെ വാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നത്. മോളെ, നീ ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല, രാജീവ് മൃദുവായി പറഞ്ഞു. ഈ രാത്രി നീ എങ്ങനെ ഇവിടെ കഴിച്ചുകൂട്ടും? നിനക്കാരുമില്ലേ? കാജൽ പതുക്കെ തലയാട്ടി. ആരുമില്ല സർ, അച്ഛനും അമ്മയും പോയതിൽ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പടികളാണ് എന്റെ വീട്. പകൽ എവിടെയെങ്കിലും ചെറിയ പണികൾ ചെയ്യും, രാത്രി ഇവിടെ വന്ന് കിടക്കും. അവളുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. വിശപ്പും തളർച്ചയും അവളുടെ വാക്കുകളിൽ നിഴലിച്ചു. രാജീവിന്റെ ഉള്ളിൽ ആ നിമിഷം വലിയൊരു സംഘർഷം നടക്കുകയായിരുന്നു. തന്റെ വീട്ടിൽ സകല സൗകര്യങ്ങളുമുണ്ട്, പണമുണ്ട്, പക്ഷെ അവിടെ സ്നേഹത്തിന്റെ കുറവുണ്ട്. മകൻ അനുരാഗ് രോഗബാധിതനായി കിടപ്പിലാണ്. അവനെ നോക്കാൻ ആളുകളുണ്ടെങ്കിലും ഒരു ആത്മബന്ധം അവിടെ ആർക്കുമില്ല. ഈ പെൺകുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചാൽ നാളെ ഇതേ തെമ്മാടികൾ വീണ്ടും അവളെ ഉപദ്രവിക്കും. അത് തടയാൻ തനിക്ക് സാധിക്കും. നീ എന്റെ കൂടെ വരുന്നോ? രാജീവ് ചോദിച്ചു. എന്നെ നിന്റെ അച്ഛനെ പോലെ കരുതാം. എന്റെ വീട്ടിൽ നിനക്ക് സുരക്ഷിതമായി കഴിയാം. അവിടെ എന്റെ മകൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അവനെ നോക്കാൻ എനിക്ക് നിന്നെ പോലെ ഒരാളെ വേണം. നിനക്ക് അവിടെ ഒരു നല്ല ജീവിതം നൽകാൻ എനിക്ക് സാധിക്കും. കാജൽ സ്തബ്ധയായി നിന്നു. താൻ കേൾക്കുന്നത് സത്യമാണോ എന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. ലോകം അവളെ എപ്പോഴും ചവിട്ടി മെതിച്ചിട്ടേയുള്ളൂ. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ജീവിതം അവളെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ രാജീവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് അവിടെ ചതിയല്ല, മറിച്ച് സത്യസന്ധതയാണ് കണ്ടത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനമെടുക്കേണ്ട നിമിഷമാണിതെന്ന് അവൾക്ക് തോന്നി. ഒന്നെങ്കിൽ ഈ നഗരതുല്യമായ തെരുവ്, അല്ലെങ്കിൽ അപരിചിതനായ ഒരാളോടൊപ്പം ഒരു പുതിയ ലോകം. എന്നെ വിശ്വസിക്കും മോളെ, രാജീവ് വീണ്ടും പറഞ്ഞു. നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവസാനം അവൾ പതുക്കെ തലയാട്ടി. തന്റെ കീറിപ്പറഞ്ഞ ചെറിയ തുണിപ്പൊതി മാറോട് ചേർത്ത് അവൾ രാജീവിനൊപ്പം നടന്നു. ആഡംബര കാറിന്റെ വാതിൽ ഡ്രൈവർ തുറന്നു കൊടുത്തപ്പോൾ അവൾ മടിച്ചു നിന്നു. ഇത്രയും വില കൂടിയ ഒരു വണ്ടിയിൽ കയറാൻ തനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് അവൾ സ്വയം ചോദിച്ചു. പക്ഷേ രാജീവ് അവളെ അകത്തേക്ക് ക്ഷണിച്ചു. കാർ സാവധാനം നീങ്ങിത്തുടങ്ങി. ജനാലയിലൂടെ കാജൽ പുറത്തേക്ക് നോക്കി. താൻ ഇത്രയും കാലം നരകിച്ച ആ ക്ഷേത്രമുറ്റം, ആ തെരുവു വിളക്കുകൾ എല്ലാം പിന്നിലേക്ക് മറയുകയാണ്. അവളുടെ കണ്ണുകളിൽ
നിന്ന് അറിയാതെ കണ്ണുനീർ ഒഴുകി. അത് സങ്കടം കൊണ്ടായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന നല്ല കാലത്തോടുള്ള ഒരു പ്രതീക്ഷ കൊണ്ടായിരുന്നു. കാറിലെ എയർ കണ്ടീഷണറിന്റെ തണുപ്പും ആ സീറ്റുകളുടെ മൃദുത്വവും അവൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. നഗരത്തിലെ വലിയ കെട്ടിടങ്ങളും വെളിച്ചങ്ങളും കടന്ന് കാർ ഒരു ശാന്തമായ പ്രദേശത്തേക്ക് പ്രവേശിച്ചു. വലിയ മരങ്ങൾക്കിടയിലുള്ള വഴിയിലൂടെ കാർ മുന്നോട്ടു പോയി. രാജീവ് മൽഹോത്ര നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. തന്റെ ശൂന്യമായ വീട്ടിലേക്ക് സ്നേഹത്തിന്റെ ഒരു തിരിനാളം കൊണ്ടുവരികയാണോ താനെന്ന് അദ്ദേഹം ചിന്തിച്ചു. വിധി നിശ്ചയിച്ച ആ യാത്ര അവരെ ഒരു വലിയ ബംഗ്ലാവിന് മുന്നിലെത്തിച്ചു. ആ ഗേറ്റ് തുറക്കുമ്പോൾ കാജൽ അറിഞ്ഞിരുന്നില്ല, അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളും അതിലേറെ വലിയ നെട്ടലുകളും ആ വീടിനുള്ളിൽ അവളെ കാത്തിരിക്കുന്നുണ്ടെന്ന്. കാർ വലിയൊരു ഇരുമ്പ് ഗേറ്റിനു മുന്നിൽ വന്നു നിന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ബഹുമാനത്തോടെ സെല്യൂട്ട് അടിച്ച് ഗേറ്റ് തുറന്നുകൊടുത്തു. ആഡംബരത്തിന്റെ അത്യുന്നതയിലുള്ള ആ ബംഗ്ലാവിനെ അതിശയത്തോടെയാണ് കാജൽ നോക്കിക്കണ്ടത്. രാജീവ് മൽഹോത്ര കാറിൽ നിന്നിറങ്ങി അവൾ അകത്തേക്ക് ക്ഷണിച്ചു. "ഇതാണ് എന്റെ വീട് മോളെ, ഇനി നിനക്കും ഇത് സ്വന്തം വീട് പോലെ കരുതാം," രാജീവ് പറഞ്ഞു. കാജൽ പതുക്കെ തന്റെ കാലുകൾ ആ വീടിന്റെ വരാന്തയിലേക്ക് വെച്ചു. കറയിലെ വെണ്ണക്കല്ലിന്റെ തണുപ്പ് അവളുടെ പാദങ്ങളിൽ തട്ടി. അകത്തേക്ക് കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ അവളെ അമ്പരപ്പിച്ചു. വലിയ സ്ഫടിക വിളക്കുകളും ചുമരുകളിൽ തൂക്കിയിട്ട വില കൂടിയ ചിത്രങ്ങളും ആ വീടിന്റെ പ്രൗഢി വിളിച്ചോതുന്നുണ്ടായിരുന്നു. എവിടെയും വൃത്തിയും വെടുപ്പുമുണ്ട്. 10ഓളം ജോലിക്കാർ അവിടെ ഓടി നടന്ന് പണി ചെയ്യുന്നു. എന്നാൽ ഇത്രയേറെ ആഡംബരങ്ങൾക്കിടയിലും ആ വീടിന് എന്തോ ഒരു കുറവുള്ളതായി അവൾക്ക് തോന്നി. അവിടെ നിലനിന്നിരുന്ന നിശബ്ദത ഭയാനകമായിരുന്നു. ജോലിക്കാർ യന്ത്രങ്ങളെ പോലെ പണി ചെയ്യുന്നുണ്ടെങ്കിലും ആരുടെയും മുഖത്ത് സ്നേഹമോ ചിരിയോ ഉണ്ടായിരുന്നില്ല. ഒരു ശ്മശാനത്തെ പോലെ വല്ലാത്തൊരു തണുപ്പും ഏകാന്തതയും ആ വലിയ ഹാളിനുള്ളിൽ തങ്ങി നിന്നു. പണമുണ്ടെങ്കിലും സന്തോഷമില്ലാത്ത ഒരു വീടാണതെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. രാജീവ് മൽഹോത്ര അവളെ നേരെ മുകളിലത്തെ നിലയിലുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച കാജലിന്റെ കരളലിയിപ്പിച്ചു. വിശാലമായ ആ മുറിയിലെ വലിയ കട്ടിലിൽ മെലിഞ്ഞുണങ്ങിയ ഒരു യുവാവ് കിടക്കുന്നു. രാജീവിന്റെ ഏക മകൻ അനുരാഗ്. വിളറിയ മുഖം, കുഴിഞ്ഞ കണ്ണുകൾ, ശ്വസിക്കാൻ പോലും പ്രയാസപ്പെടുന്നത് പോലെ തോന്നിക്കുന്ന ആ രൂപം കണ്ടാൽ അവന് 22ഓ 23ഓ വയസ്സേ ഉള്ളൂ എന്ന് ആരും പറയില്ല. രോഗം അവന്റെ യൗവനത്തെ കാർന്നു തിന്നിരിക്കുന്നു. അവന് ചുറ്റും വില കൂടിയ മരുന്നുകളും യന്ത്രങ്ങളും ഉണ്ടായിരുന്നു. മകന്റെ ചാരെ ചെന്നിരുന്ന രാജീവ് അവന്റെ നെറ്റിയിൽ തലോടി. "അനുരാഗ്, ഇത് കാജൽ. ഇവൾ നിന്നെ നോക്കാൻ ഇനി ഇവിടെ ഉണ്ടാകും," രാജീവ് മൃദുവായി പറഞ്ഞു. അനുരാഗ് പതുക്കെ കണ്ണുകൾ തുറന്ന് കാജലിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ വലിയൊരു ശൂന്യതയും വേദനയും ഉണ്ടായിരുന്നു. ആ നോട്ടം കാജലിന്റെ ഉള്ളിൽ വലിയൊരു വിങ്ങലുണ്ടാക്കി. തെരുവിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളേക്കാൾ വലിയ വേദന ഈ യുവാവ് ഈ ആഡംബര മുറിക്കുള്ളിൽ അനുഭവിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവനെ ശുശ്രൂഷിക്കാൻ ജോലിക്കാരുണ്ട്, പക്ഷെ അവന്റെ കൈകൾ ഒന്ന് പിടിക്കാനോ അവനോടൊന്ന് ചിരിക്കാനോ അവിടെ ആരുമുണ്ടായിരുന്നില്ല. രാജീവ് കാജലിനെ അല്പം മാറി നിർത്തി സംസാരിച്ചു. "മോളെ, ഇവന് മരുന്നിനേക്കാൾ പ്രധാനം സ്നേഹവും കരുതലുമാണ്. അവൻ അമ്മയില്ല. വർഷങ്ങളായി ആ സ്ത്രീയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അനുരാഗിനെ നിന്റെ സ്വന്തം സഹോദരനെ പോലെയോ സുഹൃത്തിനെ പോലെയോ നീ നോക്കണം. നിനക്ക് എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം." കാജൽ പതുക്കെ തലയാട്ടി. ആ നിമിഷം മുതൽ അവൾ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. തെരുവിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന തനിക്ക് ദൈവം നൽകിയ ഒരു നിയോഗമാണിതെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങൾ മറന്ന് മറ്റൊരു ജീവനെ രക്ഷിക്കാനുള്ള യാത്ര അവൾ അവിടെ തുടങ്ങുകയായിരുന്നു. ആ രാത്രി ആ വലിയ ബംഗ്ലാവിൽ അവൾക്ക് ഒരു മുറി ലഭിച്ചു. ആ മൃദുവായ മെത്തയിൽ കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ അനുരാഗിന്റെ ആ ശൂന്യമായ കണ്ണുകളായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ കാജൽ തന്റെ പുതിയ ജീവിതം ആരംഭിച്ചു. മൽഹോത്ര നിവാസിലെ ജോലിക്കാർക്ക് കാജലിനെ കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാറി രാജീവ് മൽഹോത്ര നൽകിയ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചപ്പോൾ അവളുടെ തിളക്കം പുറത്തു വന്നു. എന്നാൽ ആഡംബരങ്ങളെക്കാൾ കൂടുതൽ അവൾ ശ്രദ്ധിച്ചത് അനുരാഗിന്റെ മുറിയായിരുന്നു. ആ മുറിയിലെ വലിയ ജനാലകൾ എപ്പോഴും അടഞ്ഞിരിക്കുകയായിരുന്നു. മരുന്നുകളുടെ രൂക്ഷഗന്ധം അവിടെ തങ്ങി നിന്നു. കാജൽ ആദ്യം ചെയ്തത് ആ ജനാലകൾ തുറന്നിടുക എന്നതായിരുന്നു. പുലർക്കാലത്തെ സൂര്യപ്രകാശവും ശുദ്ധവായുവും ആ മുറിയിലേക്ക് ഇടിച്ചു കയറി. അനുരാഗ് പതുക്കെ കണ്ണുകൾ ചിമ്മി ആ വെളിച്ചത്തെ നോക്കി. വർഷങ്ങളായി ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന അവന് ആ വെളിച്ചം പുതിയൊരു അനുഭവമായിരുന്നു. കാജൽ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ മറുപടി പറയുന്നില്ലെങ്കിലും അവൾ തന്റെ കഥകളും ചെറിയ കാര്യങ്ങളും അവനോട് പങ്കുവെച്ചു. "അനുരാഗ്, ഇന്ന് പുറത്ത് നല്ല വെയിലുണ്ട്. പക്ഷികൾ പാടുന്നുണ്ട്. നമ്മൾ ഉടനെ
തന്നെ പുറത്തിറങ്ങി ആ പൂന്തോട്ടത്തിലൂടെ നടക്കും. കാജൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അനുരാഗ് അവളെ വെറുതെ നോക്കി നിന്നു. അവന്റെ കണ്ണുകളിൽ മുൻപുണ്ടായിരുന്ന ആ ശൂന്യത പതുക്കെ മാറാൻ തുടങ്ങിയിരുന്നു. കാജൽ അവന് കൃത്യസമയത്ത് മരുന്ന് നൽകി. അവന്റെ കൈകൾ മസാജ് ചെയ്തു. അവനെ ഭക്ഷണം കഴിപ്പിച്ചു. ഒരു നഴ്സിനെ പോലെയല്ല, മറിച്ച് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നോക്കുന്നത് പോലെയാണ് അവൾ ഓരോ കാര്യവും ചെയ്തത്. അവളുടെ സ്പർശനത്തിൽ ഒരമ്മയുടെ വാത്സല്യവും ഒരു സഹോദരിയുടെ കരുതലും ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കാജലിന്റെ സാന്നിധ്യം ആ വലിയ വീട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നിശബ്ദമായിരുന്ന ഹാളുകളിൽ നിന്ന് അവളുടെ സംസാരവും ചിരിയും കേട്ടു തുടങ്ങി. മരുന്നുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് കാജലിന്റെ സ്നേഹം ചെയ്തു തുടങ്ങി. അനുരാഗ് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ചെറിയ വാക്കുകൾ, പിന്നെ വാചകങ്ങൾ. അവന്റെ മുഖത്തെ ആ വിളറിപ്പ് മാറി. പതുക്കെ ചോരത്തുടുപ്പുകൾ കണ്ടു തുടങ്ങി. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതിരുന്ന അവൻ കാജലിന്റെ കൈ പിടിച്ച് മുറിയിലൂടെ നടക്കാൻ ശ്രമിച്ചു. രാജീവ് മൽഹോത്ര ഈ മാറ്റങ്ങൾ ദൂരെ നിന്ന് നോക്കി നിൽക്കുമായിരുന്നു. തന്റെ മകൻ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ബിസിനസ്സിലെ കോടികളുടെ ലാഭത്തേക്കാൾ വലിയ സന്തോഷം ആ അച്ഛന് അതായിരുന്നു. കാജൽ ആ വീട്ടിൽ ഒരു ജോലിക്കാരിയല്ല, മറിച്ച് ആ കുടുംബത്തിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ജോലിക്കാർ പോലും അവളെ ബഹുമാനത്തോടെ നോക്കി. ഒരു വൈകുന്നേരം പൂന്തോട്ടത്തിലെ ബെഞ്ചിലിരുന്ന് അനുരാഗ് കാജലിനോട് ചോദിച്ചു. കാജൽ, നീ എന്തിനാണ് എന്നെ ഇത്രയധികം നോക്കുന്നത്? നിനക്കെന്നെ മുൻപ് അറിയില്ലായിരുന്നല്ലോ. കാജൽ ചിരിച്ചു. ചില ബന്ധങ്ങൾക്ക് മുൻപരിചയം ആവശ്യമില്ല അനുരാഗ്. വേദന എന്താണെന്ന് അറിയുന്നവർക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ എളുപ്പമാണ്. അനുരാഗ് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ സ്പർശനത്തിൽ നന്ദിയും സ്നേഹവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലും വിധി മറ്റൊരു വലിയ സത്യം കാത്തുവെച്ചിരുന്നു. കാജലിന്റെ അച്ഛന്റെ മരണവും രാജീവ് മൽഹോത്രയും തമ്മിലുള്ള ബന്ധം വെളിപ്പെടാൻ പോകുന്ന ആ നിമിഷം അടുത്തു വരികയായിരുന്നു. മൽഹോത്ര നിവാസിലെ ദിനചര്യകൾ ഇപ്പോൾ സന്തോഷം നിറഞ്ഞതായിരുന്നു. അനുരാഗിന്റെ ആരോഗ്യത്തിൽ വന്ന മാറ്റം ആ വീട്ടിലെ എല്ലാവരിലും പ്രത്യാശയുണ്ടാക്കി. ഒരു വൈകുന്നേരം അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ രാജീവ് മൽഹോത്ര കാജലിനോട് അവളുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. കാജൽ കുറച്ചുനേരം നിശബ്ദയായി നിന്നു. അവളുടെ കണ്ണുകളിൽ പഴയ കാലത്തെ കറുത്ത ഓർമ്മകൾ നിഴലിച്ചു. സർ, എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഞങ്ങൾ പാവപ്പെട്ടവരായിരുന്നു. പക്ഷേ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഒരു വലിയ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു. അധ്വാനിയായ ഒരു മനുഷ്യൻ. അമ്മയും ഞാനും അദ്ദേഹത്തിന്റെ തണലിൽ സുരക്ഷിതരായിരുന്നു. കാജൽ പറഞ്ഞു തുടങ്ങി. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. രാജീവ് അവളെ ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട്, എന്താണ് സംഭവിച്ചത് മോളെ? എങ്ങനെയാണ് നീ തെരുവിലായത്? കാജൽ ഒരു ദീർഘശ്വാസം എടുത്തു. എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ആ ദുരന്തം സംഭവിച്ചത്. അച്ഛൻ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിൽ ഒരു വലിയ സ്ഫോടനമുണ്ടായി. കമ്പനി ഉടമയുടെ അശ്രദ്ധയായിരുന്നു കാരണം. ആ അപകടത്തിൽ എന്റെ അച്ഛനടക്കം അനേകം പേര് മരിച്ചു. പക്ഷേ ആ വലിയ മനുഷ്യൻ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർത്തു. ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നീതിയോ അർഹമായ നഷ്ടപരിഹാരമോ ലഭിച്ചില്ല. അച്ഛന്റെ വിയോഗം താങ്ങാനാവാതെ അമ്മയും അധികം വൈകാതെ മരിച്ചു. അതോടെ ഞാൻ തനിച്ചായി. കാജൽ പറഞ്ഞ ഫാക്ടറിയുടെ പേരും സ്ഥലവും കേട്ടപ്പോൾ രാജീവ് മൽഹോത്രയുടെ മുഖത്തെ നിറം മാറി. അദ്ദേഹത്തിന്റെ നെഞ്ച് ഒന്ന് പെടഞ്ഞു. കാജൽ പറഞ്ഞ ആ അപകടം നടന്നത് 10-12 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു കെമിക്കൽ ഫാക്ടറിയിലായിരുന്നു. അന്ന് ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി സുരക്ഷാ മാനദണ്ഡങ്ങളിൽ അദ്ദേഹം വരുത്തിയ വീഴ്ചയാണ് ആ സ്ഫോടനത്തിന് കാരണമായത്. തന്റെ അധികാരം ഉപയോഗിച്ച് പത്രക്കാരെയും പോലീസിനെയും വിലക്കെടുത്തതും മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങളെ തിരിഞ്ഞു നോക്കാതെ കേസ് ഒതുക്കിയതും രാജീവിന്റെ മനസ്സിൽ ഒരു സിനിമ പോലെ തെളിഞ്ഞു വന്നു. അന്ന് താൻ കൊന്നു കളഞ്ഞത് വെറും തൊഴിലാളികളെ ആയിരുന്നില്ല, മറിച്ച് സന്തുഷ്ടമായ ഒട്ടേറെ കുടുംബങ്ങളെ ആയിരുന്നുവെന്ന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞു. തന്റെ മുന്നിലിരുന്ന് കണ്ണീർ വാർക്കുന്ന ഈ പെൺകുട്ടി തന്റെ തന്നെ പാപത്തിന്റെ ഇരയാണെന്ന് അറിഞ്ഞപ്പോൾ രാജീവിന്റെ കൈകൾ വിറച്ചു. സർ, ആ കമ്പനി ഉടമക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം നശിപ്പിച്ചത് ഒരു 12 വയസ്സുകാരുടെ ലോകമാണെന്ന്. ഇന്ന് അദ്ദേഹം എവിടെയാണെങ്കിലും സമാധാനമായി ഉറങ്ങുന്നുണ്ടാകും. പക്ഷെ എന്റെ അച്ഛൻ അർഹിച്ച നീതി ഇന്നും ആകാശത്ത് എവിടെയോ ബാക്കിയുണ്ട്, കാജൽ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. രാജീവിന് മറുപടി ഒന്നും പറയാനായില്ല. അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തന്റെ ആഡംബര ജീവിതം കെട്ടിപ്പൊക്കിയത് ഇങ്ങനെയുള്ള അനേകം മനുഷ്യരുടെ ശവക്കുഴികൾക്ക് മുകളിലാണെന്ന സത്യം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. കാജലിനെ രക്ഷിക്കാൻ താൻ കാണിച്ച ആവേശം വെറുമൊരു യാദൃശികതയല്ല, മറിച്ച് ദൈവം തനിക്ക് നൽകിയ ഒരു ശിക്ഷയോ അതോ പ്രായശ്ചിത്തത്തിനുള്ള അവസരമോ ആണെന്ന് അദ്ദേഹം ചിന്തിച്ചു. താൻ ഇത്രയും കാലം അനുഭവിച്ച ആ ശൂന്യതയുടെയും അശാന്തിയുടെയും കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി. ആ രാത്രി രാജീവ് മൽഹോത്രക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ ഓരോ ശ്വാസത്തിലും ആ പാവപ്പെട്ട തൊഴിലാളികളുടെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നത് പോലെ തോന്നി. കാജലിന്റെ മുന്നിൽ താൻ എങ്ങനെ സത്യം വെളിപ്പെടുത്തും എന്നോർത്ത്
അദ്ദേഹം ഭയപ്പെട്ടു. സ്നേഹത്തോടെ തന്നെ അച്ഛ എന്ന് വിളിക്കുന്ന ഈ മകൾ താനാണ് അവളുടെ അച്ഛന്റെ കൊലയാളിയെന്ന് അറിഞ്ഞാൽ അവൾ എന്തു ചെയ്യും? അനുരാഗിന്റെ ആരോഗ്യത്തിൽ വന്ന മാറ്റം രാജീവ് മൽഹോത്രയെ ഒരു വശത്ത് സന്തോഷിപ്പിച്ചു. മകനിപ്പോൾ ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണമായത് കാജലിന്റെ സേവനമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ അവളുടെ അച്ഛന്റെ മരണത്തിന് താനാണ് ഉത്തരവാദി എന്ന സത്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കനലായി എരിഞ്ഞുകൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം രാജീവ് കാജലിനെ അരികിൽ വിളിച്ചു. മോളെ, നീ ഈ വീടിന്റെ മരുമകളാകാൻ തയ്യാറാണോ? അനുരാഗിനെ വിവാഹം കഴിച്ച് ഈ വീടിന്റെ അവകാശിയായി നീ ഇവിടെ കഴിയണം, അദ്ദേഹം ചോദിച്ചു. ഇതൊരു വലിയ പദവിയാണെങ്കിലും കാജൽ അത് നിരസിച്ചു. താൻ ഒരു അനാഥയാണെന്നും പണത്തിനു മുന്നിൽ തന്റെ അന്തസ് പണയം വെക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ പറഞ്ഞു. കാജലിന്റെ ഈ ആത്മാഭിമാനം രാജീവിനെ കൂടുതൽ കുറ്റബോധത്തിലാഴ്ത്തി. സത്യം വെളിപ്പെടുത്താതെ അവളെ ഈ ബന്ധത്തിന് നിർബന്ധിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. തന്റെ പാപം തുറന്നു പറഞ്ഞാൽ അവൾ തന്നെ വെറുക്കുമെന്നും ഈ വീട് വിട്ടുപോകുമെന്നും അദ്ദേഹം ഭയപ്പെട്ടു. എങ്കിലും ഒരു നുണയുടെ പുറത്ത് കെട്ടിപ്പൊക്കിയ സന്തോഷത്തേക്കാൾ നല്ലത് സത്യം തുറന്നു പറയുന്നതാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കാജൽ തന്റെ ഭൂതകാലം വിവരിച്ച ആ രാത്രിക്ക് ശേഷം രാജീവ് മൽഹോത്രയുടെ ജീവിതം പാടെ മാറിപ്പോയി. ആ വലിയ ബംഗ്ലാവിൽ ഇത്രയും കാലം അദ്ദേഹം അനുഭവിച്ചിരുന്ന അധികാരം ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ഭാരമായി തോന്നിത്തുടങ്ങി. താൻ കെട്ടിപ്പൊക്കിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഓരോ ഇഷ്ടികയിലും പാവപ്പെട്ട തൊഴിലാളികളുടെ കണ്ണീരും വിയർപ്പും കലർന്നിട്ടുണ്ടെന്ന സത്യം അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു. കാജൽ സ്നേഹത്തോടെ അദ്ദേഹത്തിന് ചായ നൽകിയപ്പോൾ ആ കൈകൾ വാങ്ങാൻ അദ്ദേഹം മടിച്ചു. അവളുടെ ഓരോ പുഞ്ചിരിയും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ചാട്ടവാറടി പോലെ പതിച്ചു. താൻ അന്ന് ചെയ്തത് വെറും ഒരു അശ്രദ്ധയല്ല, മറിച്ച് വലിയൊരു ക്രൂരതയാണെന്ന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ലാഭം മാത്രം ലക്ഷ്യം വെച്ച് സുരക്ഷാ സംവിധാനങ്ങളിൽ വരുത്തിയ കുറവ് ഒരു വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. അന്ന് മരിച്ച പാവപ്പെട്ട തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും പണം കൊടുത്ത് നിശബ്ദരാക്കാം എന്ന് കരുതിയ താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്. പണം കൊണ്ട് ആഹാരം നൽകാം, പക്ഷേ അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകളുടെ ബാല്യവും അമ്മയെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സംരക്ഷണവും എങ്ങനെ തിരിച്ചു നൽകും? അനുരാഗിന്റെ മുറിയിൽ ചെന്നപ്പോൾ മകൻ വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. അവൻ കാജലിനോട് തമാശകൾ പറയുകയായിരുന്നു. കാജലിന്റെ സാന്നിധ്യം അവനെ മരണത്തിന്റെ വായിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. എന്നാൽ ഈ സന്തോഷത്തിന് പിന്നിൽ താൻ ചെയ്ത പാപത്തിന്റെ കറുത്ത നിഴലുണ്ടെന്ന് അറിഞ്ഞാൽ അനുരാഗ് തന്നെ എങ്ങനെ നോക്കും? സ്വന്തം അച്ഛൻ ഒരു കുറ്റവാളിയാണെന്ന് മകൻ തിരിച്ചറിഞ്ഞാൽ ആ തകർച്ച അവന് താങ്ങാൻ കഴിയില്ല. രാജീവ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ രൂപം നോക്കി. ലോകത്തിന് മുന്നിൽ വലിയ ബിസിനസ്സുകാരൻ, പക്ഷേ സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ താൻ വെറും ഒരു ഭീരുവാണ്. കാജലിനോട് സത്യം തുറന്നു പറയണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മന്ത്രിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ അവൾ ഈ വീട് വിട്ടു പോകും, തന്നെ വെറുക്കും, അനുരാഗിന്റെ ആരോഗ്യവും വീണ്ടും തകരും. ഈ ഭയം അദ്ദേഹത്തെ തടഞ്ഞു. എന്നാൽ സത്യം ഒളിച്ചുവെച്ച് അവൾ നൽകുന്ന സ്നേഹം അനുഭവിക്കുന്നത് അതിനേക്കാൾ വലിയ പാപമാണെന്ന് അദ്ദേഹം കരുതി. ഓരോ നിമിഷവും അദ്ദേഹം നേറിപ്പുകഞ്ഞു. നഗരത്തിലെ വലിയ ആഘോഷങ്ങൾക്കും ബിസിനസ് പാർട്ടികൾക്കും പോകുന്നത് അദ്ദേഹം നിർത്തി. മുറിയിൽ തനിച്ചിരുന്ന് അദ്ദേഹം പഴയ ഫയലുകൾ പരിശോധിച്ചു. തന്റെ പാപം കഴുകിക്കളയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അദ്ദേഹം തിരഞ്ഞു. ഒരു ദിവസം രാത്രി വൈകി കാജൽ അദ്ദേഹത്തിന്റെ മുറിയിൽ വന്നു. അച്ഛാ, അങ്ങ് എന്താണ് ഉറങ്ങാത്തത്? മുഖത്ത് വല്ലാത്തൊരു സങ്കടം കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും വിഷമമുണ്ടോ? അവളുടെ ആ വിളി അദ്ദേഹത്തിന്റെ ഉള്ളിൽ തറച്ചു. അച്ഛ എന്ന വാക്കിൽ അവൾ അർപ്പിക്കുന്ന വിശ്വാസം താൻ അർഹിക്കുന്നുണ്ടോ? രാജീവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം മുഖം തിരിച്ചു പിടിച്ചു. ഒന്നുമില്ല മോളെ, പഴയ ചില കാര്യങ്ങൾ ഓർത്തതാണ്, അദ്ദേഹം കഷ്ടപ്പെട്ട് പറഞ്ഞു. കാജൽ പോയതിനു ശേഷം അദ്ദേഹം മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു. ദൈവം തനിക്ക് നൽകിയ ശിക്ഷയാണിത്. തന്റെ പ്രിയപ്പെട്ട മകനെ രക്ഷിക്കാൻ താൻ ആരുടെ ജീവിതമാണോ നശിപ്പിച്ചത് അവളുടെ തന്നെ സഹായം തേടേണ്ടി വന്നു. ഇത് വിധിയുടെ ക്രൂരമായ തമാശയാണ്. എന്തു തന്നെയായാലും ഇനി സത്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. നാളെ പുലരുമ്പോൾ താൻ കാജലിനോട് എല്ലാം വെളിപ്പെടുത്തും. അവൾ നൽകുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ അദ്ദേഹം തയ്യാറായി. ഈ കുറ്റബോധത്തിന്റെ ഭാരം ചുമന്ന് ഇനി ഒരു നിമിഷം പോലും ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ രാജീവ് മൽഹോത്ര കാജലിനെ തന്റെ മുറിയിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ മുഖം വിളറിയിരുന്നു. കണ്ണുകൾ ഉറക്കമില്ലാത്ത രാത്രികളുടെ തളർച്ച വിളിച്ചോതുന്നുണ്ടായിരുന്നു. കാജൽ ആശങ്കയോടെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നു. താൻ ചെയ്ത തെറ്റ് ഇനി ഒളിപ്പിച്ചു വെക്കുന്നത് ഓരോ നിമിഷവും തന്നെ നശിപ്പിക്കുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാജൽ, എനിക്ക് നിന്നോട് ഒരു സത്യം വെളിപ്പെടുത്താനുണ്ട്, രാജീവ് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. നീ പറഞ്ഞ ആ ഫാക്ടറി അപകടം, അത് നടന്നത് എന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയിലായിരുന്നു. നിന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണ്. ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഞാൻ വരുത്തിയ അശ്രദ്ധയാണ് ആ സ്ഫോടനത്തിന് കാരണമായത്. കാജൽ സ്തബ്ധയായി നിന്നു. താൻ കേൾക്കുന്നത് സത്യമാണോ എന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല.
രാജീവ് തുടർന്നു. അന്ന് പണവും സ്വാധീനവും ഉപയോഗിച്ച് ഞാൻ ആ കേസ് ഒതുക്കി തീർത്തു. നിന്നെപ്പോലെയുള്ള അനേകം മക്കളുടെ കണ്ണീർ കാണാൻ ഞാൻ തയ്യാറായില്ല. വർഷങ്ങളായി എന്നെ വേട്ടയാടുന്ന ആ ശൂന്യത എന്റെ പാപത്തിന്റെ ഫലമായിരുന്നു. നീ സ്നേഹത്തോടെ എന്നെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഉള്ളിൽ നീറുകയായിരുന്നു. കാജലിന്റെ ലോകം തകർന്നു വീഴുന്നതുപോലെ അവൾക്ക് തോന്നി. താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മനുഷ്യൻ തന്റെ അച്ഛന്റെ കൊലയാളിയാണെന്ന സത്യം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ ബാല്യവും അമ്മയുടെ ജീവിതവും നശിപ്പിച്ചത് ഈ മനുഷ്യനാണല്ലോ എന്നോർത്ത് അവളുടെ ഉള്ളിൽ ദേഷ്യവും സങ്കടവും വന്നു. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എന്തിനാണ് സർ ഇത് എന്നോട് പറഞ്ഞത്? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. എന്നെ എന്തിനാണ് ആ തെരുവിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? എന്നോട് കാണിച്ച ഈ സ്നേഹമെല്ലാം വെറും പ്രായച്ചിത്തമായിരുന്നോ? രാജീവ് അവളുടെ കാല് പിടിച്ച് കരഞ്ഞു. മോളെ, ഞാൻ നിന്നോട് ചെയ്തത് എനിക്ക് മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് അറിയാം. നിനക്കെന്നെ പോലീസിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഈ നിമിഷം എന്നെ വിട്ടു പോകാം. ഞാൻ നിന്റെ അച്ഛനോടും നിന്നോടും ചെയ്ത ക്രൂരതയ്ക്ക് എന്ത് ശിക്ഷ നൽകിയാലും ഞാനത് സ്വീകരിക്കും. കാജൽ ആ മുറിയിൽ നിന്ന് ഓടി പുറത്തിറങ്ങി. അവളുടെ മനസ്സിൽ അച്ഛന്റെ മുഖവും അനുരാഗിന്റെ തളർന്ന രൂപവും മാറി മാറി വന്നു. ഒരു വശത്ത് നീതിക്കും പ്രതികാരത്തിനും വേണ്ടിയുള്ള ദാഹം, മറുവശത്ത് താൻ ഈ വീട്ടിൽ അനുഭവിച്ച സ്നേഹം. രാജീവ് മൽഹോത്രയുടെ വെളിപ്പെടുത്തൽ കാജലിനെ തളർത്തിക്കളഞ്ഞു. തന്റെ അച്ഛന്റെ ഘാതകനോട് എങ്ങനെ ക്ഷമിക്കുമെന്ന ചിന്ത അവളെ വേട്ടയാടി. എന്നാൽ അനുരാഗിന്റെ മുറിയിൽ ചെന്നപ്പോൾ അവൾ കണ്ടത് ഒരു പുതിയ മനുഷ്യനെയാണ്. കാജലിന്റെ സ്നേഹം കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ വന്ന അനുരാഗ് രാജീവിന്റെ കണ്ണുകളിൽ കണ്ടത് വെറും ഒരു ഭയമായിരുന്നില്ല, മറിച്ച് ഹൃദയം നുറുങ്ങുന്ന പശ്ചാത്താപമായിരുന്നു. പഴയ തെറ്റുകൾ തിരുത്താൻ കഴിയില്ല, പക്ഷേ വരാനിരിക്കുന്ന കാലം സ്നേഹം കൊണ്ട് നിറക്കാൻ എനിക്ക് സാധിക്കും, കാജൽ സ്വയം മന്ത്രിച്ചു. അവൾ രാജീവിനോട് ക്ഷമിക്കാൻ തീരുമാനിച്ചു. ആ ക്ഷമ പ്രതികാരത്തേക്കാൾ വലിയ ശിക്ഷയായിരുന്നു അദ്ദേഹത്തിന്. അനുരാഗും കാജലും തമ്മിലുള്ള വിവാഹം ലളിതമായ ചടങ്ങുകളോടെ നടന്നു. അത് വെറും ഒരു വിവാഹമായിരുന്നില്ല, മറിച്ച് 3 തകർന്ന ജീവിതങ്ങൾ ഒന്നിച്ച നിമിഷമായിരുന്നു. രാജീവ് തന്റെ കുറ്റബോധത്തിൽ നിന്ന് മുക്തനായി. അനുരാഗിന് തന്റെ പ്രിയപ്പെട്ടവളെ ലഭിച്ചു. കാജലിന് ഒടുവിൽ സ്വന്തം എന്ന് പറയാൻ ഒരു കുടുംബവും. പണത്തേക്കാൾ വലുത് മനുഷ്യത്വമാണെന്ന് ആ വീട് ലോകത്തിന് കാണിച്ചു കൊടുത്തു. സ്നേഹവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏതൊരു മുറിവും ഉണങ്ങുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.